അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന പേരാണ് താരിഫ് കിങ് എന്ന്. അതിനായി ട്രംപ് പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ചുങ്കം ചുമത്തിക്കൊണ്ട് വലിയ താരിഫ് ഈടാക്കിക്കൊണ്ട് ഇന്ത്യ ഇതിലൊരു കിങ് ആയി മാറുകയാണ്, അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിൽ പണം സ്വരുക്കൂട്ടുന്നു എന്നൊക്കെയാണ്. അതുമാത്രവുമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ തീരുവ ചുമത്തുകയും അതുമൂലം അമേരിക്കയ്ക്ക് $100 ബില്യൺ പ്രതിവർഷം വ്യാപാര കമ്മി ഉണ്ടാകുമെന്നും ട്രംപ് പറയുന്നു. പക്ഷേ എന്നാൽ ഈ കണക്കുകളെല്ലാം പൊളിച്ചെടുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 2024-25 കണക്ക് പ്രകാരം ലോകത്ത് നടന്ന മുഴുവൻ വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് കമ്മിയായി വന്ന 44 ബില്യൺ ആയിരുന്നു. ഇനി ഗ്ലോബൽ റിസർച്ച് ഇനിഷ്യേറ്റീവ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ നിന്ന് എന്ത് ലാഭമാണ് അമേരിക്ക ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ അമേരിക്ക വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ലാഭം കൊയ്യുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇന്ത്യയുമായുള്ള ഇടപാടിൽ പ്രതിവർഷം 80 തൊട്ട് 85 ബില്യൺ ഡോളറാണ് അമേരിക്ക വരുമാനമുണ്ടാക്കുന്നത്. ഇതിൽ 40% വ്യാപാര മിച്ചമാണ്, കമ്മിയല്ല മിച്ചമാണ്. ഇനി GTRI പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഇതിപ്പോൾ ട്രംപ് ഇരവാദം ഉയർത്തിക്കൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇല്ലാതാക്കാനുള്ള ഒരു അഭ്യാസമാണ് കാണിക്കുന്നത്. അതിൽ അവർ കുറേ കണക്കുകൾ വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ കണക്കുകളും നൽകിയിട്ടില്ലെങ്കിൽ കുറേ കണക്കുകൾ ഇങ്ങനെയാണ്. പ്രതിവർഷം, അതായത് ഒരു വർഷം 3 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ ചെലവഴിക്കുന്നത് $25 ബില്യൺ. അതായത് 15 ബില്യൺ ട്യൂഷൻ ഫീസ്, 10 ബില്യൺ ചെലവ്. ഇത്രയും അമേരിക്കയിലേക്ക് ഡയറക്റ്റ് തന്നെ പോകുന്ന പൈസയാണ്. ഇത് കൂടാതെ മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, ആപ്പിള്, ആമസോൺ വഴി അമേരിക്കയിലെത്തുന്ന ഇന്ത്യക്കാരുടെ പണം 20 ബില്യണാണ്. ഇത് കൂടാതെ സിറ്റി ബാങ്ക്, ഗോൾഡ്സ്മാൻ സാക്സ്, BGC തുടങ്ങിയ സ്ഥാപനങ്ങൾ 15 ബില്യൺ അമേരിക്കയ്ക്ക് നേടിക്കൊടുക്കുന്നത്. ഇതുകൂടാതെ ഫൈസർ, ജോൺസൺ & മെർക്ക് തുടങ്ങിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി $2 ബില്യൺ നേട്ടം അമേരിക്കയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതുകൂടാതെ വാഹന നിർമ്മാതാക്കളായ ജനറൽ മോട്ടോഴ്സും ഏതാണ്ട് $2 ബില്യൺ അമേരിക്കയിലേക്ക് എത്തിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു ചെറിയ കണക്ക് മാത്രമാണ്. ഇത് കൂടാതെ ഏറ്റവും വലിയൊരു കണക്കുണ്ട്. അത് രഹസ്യമായി തന്നെ ഇരിക്കുന്ന ഒരു കണക്കാണ്. അത് ഇരു രാജ്യങ്ങളും വെളിപ്പെടുത്തേണ്ടപ്പോൾ മാത്രമാണ് അതിൻ്റെ ലാഭവും മറ്റും നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ പ്രതിരോധ കരാറിന് ഉള്ള തുക നമുക്ക് അറിയാൻ കഴിയും. അതിലെത്രയാണ് പ്രോഫിറ്റ് എന്ന് ഒരു രാജ്യവും വെളിപ്പെടുത്താത്തത് കൊണ്ട് അമേരിക്കയ്ക്ക് അതിലെത്ര ലാഭം കിട്ടി എന്നറിയില്ല. ഏതായാലും ലാഭമില്ലാതെ അമേരിക്ക അവരുടെ ആയുധം കച്ചവടം ചെയ്യത്തില്ല എന്ന് നമുക്കറിയാം. ഏതായാലും അത് വലിയ രീതിയിൽ തന്നെ അമേരിക്കയിൽ നിന്നും ഇന്ത്യ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിന് ഇന്ത്യ നൽകിയ കണക്കുകളുണ്ട്, അമേരിക്ക സ്വീകരിച്ച കണക്കുകളുമുണ്ട്. അതിലെത്ര പ്രോഫിറ്റാണ് അമേരിക്കയ്ക്ക് കിട്ടിയെന്നുള്ള രഹസ്യമാണ്. അത് അമേരിക്കയ്ക്ക് മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ അമേരിക്ക നടത്തുന്ന എല്ലാ കച്ചവടവും അമേരിക്കയ്ക്ക് ബമ്പർ തന്നെയാണ്, വലിയ ലാഭം തന്നെയാണ്. ഇവിടെയാണ് ട്രംപ് പറയുന്നത് ഇന്ത്യ താരിഫ് ഇല്ലാതാക്കണം, കുറയ്ക്കണമെന്ന് പോലും അദ്ദേഹം പറയുന്നത് ഇല്ലാതാക്കണമെന്നാണ്. ഏതായാലും ഈ കണക്കുകൾ തന്നെ പുറത്തു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ അതിന് തയ്യാറാകില്ല എന്ന് തന്നെ കരുതാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.